ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിലുള്ള വേണം എന്ന് അല്ലെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു പാഠഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലേ, അതിൻ്റെ ഭാഷ കൊണ്ടും പിന്നെ കുറേ വായിക്കാനൊക്കെ ഉണ്ട്. ജന്മനാ നമുക്ക് അല്ലേ കുറച്ച് മടിയുടെ അസുഖം കൂടുതലുള്ള ആളുകളാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വായിക്കാനൊക്കെയുള്ള ഒരു അങ്കലാപ്പ് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, യുദ്ധത്തിൻ്റെ പരിണാമം പോലെയുള്ള പാഠഭാഗമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. വായിച്ചൊക്കെ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ള പാഠമൊന്നുമില്ല, ഒരു രസമായിട്ട് നമ്മളത് വായിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്നത് കുട്ടിക്കൃഷ്ണ മാരാർ എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ്. ഭാരത പര്യടനം എന്ന് പറയുന്ന ഒരു കൃതിയാണ് അല്ലെ. അത് വ്യാസനാണ് മഹാഭാരതം രചിച്ചത്. ഈ മഹാഭാരത കൃതിയെ കുട്ടിക്കൃഷ്ണ മാരാർ എന്ത് ചെയ്യാണ്, വിമർശനാത്മകമായിട്ട് പഠിച്ചതാണ്. അതിലുള്ള കഥാപാത്രങ്ങളെ അല്ലെ, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് മഹാഭാരതത്തിൽ. നിങ്ങൾക്കറിയാലോ, മഹാഭാരതം രാമായണം എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ സാഹിത്യമായിട്ടാണ്, നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്, നമ്മൾ അതിനെ സാഹിത്യമായിട്ടാണ് കാണേണ്ടതെന്ന് ഒരുപാട് തവണ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹിത്യകൃതികൾ എന്ത് ചെയ്യാണ്, വിമർശനാത്മകമായിട്ട് അനേകം കഥകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മഹാഭാരതത്തിനുള്ളിൽ അനേകം കഥാപാത്രങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാണ്, വിമർശനാത്മകമായിട്ട് പഠിക്കുകയാണ്. കൗരവരുടെയും പാണ്ഡവരുടെയും ഒക്കെ കഥ അല്ലേ. നമ്മൾ പൊതുവേ കൗരവരെയും പാണ്ഡവരെയും ഒക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, നമ്മൾ നായകന്മാരായിട്ടാണ് പാണ്ഡവരെ കണ്ടത്, കൗരവരെ വില്ലന്മാരായിട്ടാണ് കണ്ടത്, ദുര്യോധന വില്ലന്മാരുടെ ഗുണ്ടയായിട്ടൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ചെറിയ കാർട്ടൂണുകളിലാണെങ്കിലും കുഞ്ഞു കഥകളിലാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. എന്നാൽ ഇതിനെ എന്ത് ചെയ്യാണ്, അവരുടെ ശക്തി ദൗർബല്യങ്ങളെ, ഈ രണ്ട് ഭാഗത്തുള്ള കഥാപാത്രങ്ങൾ എന്ത് ചെയ്യാണ്, അവരുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു, മാരാര് പറയാണ് അല്ലെ. അതൊരു വിമർശനാത്മകമായിട്ട് അദ്ദേഹം പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഭാരത പര്യടനം എന്ന് പറയുന്ന കൃതിയിലുള്ള ഒരു ഭാഗമാണ് ഉണ്ടായത് യുദ്ധത്തിന്റെ പരിണാമം അല്ലെ. അപ്പൊ ആ തലക്കെട്ട് ആലോചിക്കുക, യുദ്ധത്തിന്റെ പരിണാമം. യുദ്ധം അവസാനിച്ചതിന് ശേഷം, അപ്പോൾ മഹാഭാരത യുദ്ധമാണെങ്കിലും നമ്മളിപ്പോൾ നമ്മളുടെ ചുറ്റും നടക്കും, ഇപ്പോൾ പാലസ്തീൻ, ഇസ്രായേൽ അത്തരം പ്രശ്നങ്ങളാണെങ്കിലും, നേരത്തെ ഉണ്ടായ ഉക്രൈൻ റഷ്യ പ്രശ്നമാണെങ്കിലും, ഒന്നാം ലോകമായുധം, രണ്ടാം ലോകമായുധം, ഏത് യുദ്ധം എടുത്തു നോക്കിയാലും യുദ്ധത്തിന്റെ പരിണാമം അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്, വിനാശമാണ് അല്ലെ. എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രമുള്ള അല്ലെ, എല്ലാ ബന്ധുക്കളെ ആയിരിക്കാം, സഹോദരങ്ങളെ ആയിരിക്കാം, അച്ഛനെ ആയിരിക്കാം, ഏട്ടനെ ആയിരിക്കാം, മക്കളെ ആയിരിക്കാം, വീടായിരിക്കാം, സ്വത്തുക്കളായിരിക്കാം അല്ലെ, ശരീരാവയവങ്ങളെ, ഇങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ജയിച്ചവരുടെ പക്ഷത്താണെങ്കിലും തോറ്റവരുടെ പക്ഷത്താണെങ്കിലും യുദ്ധം എന്ന് പറയുന്നത് എന്താണ്, ഭീകരതയാണ് അല്ലെ. അത് സൃഷ്ടിക്കുന്നത് എന്താണ്, അതാർക്കും നന്മ കൊടുക്കൊന്നുമില്ല, എല്ലാ ആളുകൾക്കും. ഇപ്പൊ ദുര്യോധനൻ രാജാവാണ് അല്ലെ. അപ്പൊ ദുര്യോധനന്റെ അവസ്ഥ എന്താണ്, യുദ്ധത്തിൽ തോറ്റ സമയത്ത് അല്ലെ, അദ്ദേഹം ഏറ്റവും നീചമായ രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആരായി കഴിഞ്ഞാൽ, രാജാവായാലും ശരി, ഇനി സാധാരണക്കാരായാലും ശരി, ആരായാലും യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് അത് ഭീകരമായിരിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു പാഠഭാഗം നമുക്ക് നൽകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എസ്ഐ ചോദ്യവും നമുക്ക് ഈ പാഠഭാഗത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഇനി പാണ്ഡവരാരാണ് എന്നൊക്കെ നമുക്ക് അറിയണം. പാണ്ഡവര് അല്ലെ, പാണ്ഡവർ 5 പേരാണ്. പാണ്ഡവര് ദുര്യോധനൻ, അതേപോലെ അശ്വത്ഥാമാവ്, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ പാണ്ഡവരും കൗരവരും അവരൊരു ഫാമിലിയാണ്, ഒരു ഫാമിലിയിലുള്ള ആളുകളാണ് പാണ്ഡവരും കൗരവരും കേട്ടോ. പാണ്ഡവരും കൗരവരും ആരാണ്, ഒരു ഫാമിലിയിലുള്ള ആളുകളാണ്. അപ്പൊ അവര് ഹസ്തിനപുരം എന്ന് പറയുന്ന രാജ്യം, തലസ്ഥാനമാണ് ഹസ്തിനപുരം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെ, പാണ്ഡവരും അല്ലെ, ആരാണ് പാണ്ഡവർ ഒരു പക്ഷത്തുണ്ട്, കൗരവർ ഒരു പക്ഷത്തുണ്ട്, കൗരവർ. ഓക്കെ, കൗരവരുടെ അച്ഛനാണ് ധൃതരാഷ്ട്ര എന്ന് പറയുന്ന ആള്, പാണ്ഡവരുടെ അച്ഛൻ പാണ്ഡുവാണ്. ഈ ധൃതരാഷ്ട്രവും പാണ്ഡുവും ആരാണ്, ബ്രദേഴ്സ് ആണ് കേട്ടോ. ധൃതരാഷ്ട്ര അനിയനാണ് പാണ്ഡുവാണ്. അപ്പൊ ഇവരെല്ലാരും സഹോദരന്മാരാണ്. ഓക്കെ, അപ്പോൾ ചെറുപ്പം മുതലേ പാണ്ഡവരാണ് എല്ലാ ആയോധന കലയിലാവട്ടെ എല്ലാ കാര്യത്തിലും മികച്ച മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ പാണ്ഡവരാണ്. കൗരവർ 101 പേരാണ് കേട്ടോ. അപ്പൊ കൗരവർ എപ്പോഴും എങ്ങനെയായിരുന്നു അല്ലെ, പുറകിലേക്ക് നിൽക്കുക. അപ്പൊ ആ കാലം മുതലേ ആരോട് ശത്രുതയുണ്ട്, അസൂയയുണ്ട്, പാണ്ഡവരോട് ശത്രുതയുള്ള ആളുകളായിട്ടാണ് കൗരവർ വളർന്നിട്ടുള്ളത്. അങ്ങനെ അവസാനം ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഥകൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, അതൊന്നും പറയാൻ നമുക്ക് സമയമില്ലല്ലോ. ഏറ്റവും ബേസിക് ആയിട്ട് മക്കൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു രാജ്യത്തിന് വേണ്ടിയാണ് ഇവർ നമ്മുടെ യുദ്ധം നടക്കുന്നത്. അപ്പൊ പാണ്ഡവരുടെ പക്ഷത്തും കുറെ ആളുകൾ, കുറെ രാജ്യക്കാര് അല്ലെ, പിന്നെ നമ്മുടെ കൃഷ്ണന്റെ അല്ലെ രാജ്യം, യാദവര്, അങ്ങനെ ഒരുപാട് രാജ്യത്തിലുള്ള ആളുകൾ ഇവരുടെ കൂടെ വരുന്നു അല്ലെ. ഇപ്പൊ കൗരവരുടെ ഒരു കർണനുണ്ട്,
ദ്രോണാചാര്യരുണ്ട്. അങ്ങനെ ഒരുപാട് ആചാര്യന്മാരും മികച്ച 18 അക്ഷൗഹിണി പട എന്നൊക്കെ പറയുന്നില്ല, അങ്ങനെ വലിയ പടയും സൈന്യവും അങ്ങനെ എല്ലാവർക്കും ഉണ്ട്, കൗരവർക്കും ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ നടക്കുന്ന 18 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തെയാണ് നമ്മൾ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ മഹാഭാരത യുദ്ധം തുടങ്ങുന്ന സമയത്ത് കുറെ കരാറൊക്കെ ഉണ്ടാവും, കുറെ കാര്യങ്ങളൊക്കെ വയ്ക്കും. പക്ഷെ അങ്ങനെ കരാറുകളൊന്നും അല്ലെ അംഗീകരിച്ചിട്ടോ അല്ലെങ്കിൽ അതൊക്കെ പാലിച്ചുകൊണ്ടോ നടന്ന ഒരു ധർമ്മയുദ്ധം എന്നൊക്കെ പറയാണ്. അധർമ്മത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്തത്, പാണ്ഡവരാരാ ജയിക്കുന്നത്, കൗരവരെ ജയിക്കുന്നത് അല്ലെ. അങ്ങനെ അവസാന യുദ്ധത്തിൽ ആരാ ജയിക്കുന്നത്, പാണ്ഡവരാണ് ജയിക്കുന്നത്. അപ്പോൾ കൗരവരുടെ പക്ഷത്തുള്ള അശ്വത്ഥാമാവ് അല്ലെ, കൗരവരെയും പാണ്ഡവരെയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥനായിട്ടുള്ള ദ്രോണാചാര്യരുടെ മകനാണ് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പക പൂത്തിട്ടുള്ള അല്ലെ, അതായത് എല്ലാരെയും ഇങ്ങനെ കൊന്നൊടുക്കിയ ചതിയിലൂടെ ജയിച്ചിട്ടുള്ള പാണ്ഡവരോടുള്ള വിദ്വേഷവും തന്റെ രാജാവ് അല്ലെ ദുര്യോധനൻ ഇങ്ങനെ കിടക്കുന്ന സീനൊക്കെ കണ്ടിട്ട് അശ്വത്ഥാമാവും കൃപരും അല്ലെ കൃതവർമാവ് എല്ലാവരും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒടുവിൽ പാണ്ഡവരെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിട്ട് പാണ്ഡവരുടെ അല്ലെ കുടീരത്തിലേക്ക് ശിബിരത്തിലേക്ക് അവരുടെ വീടുകളിലേക്ക് പോയിട്ട് പാണ്ഡവരെ അടിമുടി അതിനകത്തുള്ള സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറയേണ്ട എല്ലാ ആളുകളെ ഞെക്കിയും വെട്ടിയും ഒക്കെ കൊല്ലുന്ന ഒരു പൈശാചികമായിട്ടുള്ള സീനാണ് നമ്മൾ എവിടെ കണ്ടത്, നമ്മള് പാഠഭാഗത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ ദ്രോണാചാര്യരുടെ മകനായതുകൊണ്ട് ദ്രൗണി എന്നുള്ളൊരു പേരിലും ആരും അറിയപ്പെടുന്നുണ്ട്, അശ്വത്ഥാമാവ് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത്ര ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ഇവിടെ കാണുന്നു. ഇവിടെ അല്ലെ പാണ്ഡവരുടെ അല്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ ശിബിരത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്, കൂട്ടക്കൊല നടത്തുകയാണ് ആര്, അശ്വത്ഥാമാവ്. അങ്ങനെ ആ അശ്വത്ഥാമാവിന് എന്ത് ചെയ്യാണ്, അന്വേഷിച്ച് അല്ലെ കൃഷ്ണനും അർജുനൊക്കെ പോകുന്നു. അങ്ങനെ അവർ തമ്മിൽ അല്ലെ വീണ്ടും വാക്കുതർക്കം ഉണ്ടാവുന്നു. അങ്ങനെ ബ്രഹ്മാസ്ത്രം അല്ലെ എന്ന് പറയുന്ന ഒരു അസ്ത്രം പ്രയോഗിക്കുന്നു. ആ അസ്ത്രം തിരിച്ചെടുക്കാൻ അർജുനോടും അല്ലെ ആരോടും അശ്വത്ഥാമാവിനോടും ആവശ്യപ്പെടുന്നു മറ്റുള്ളവര്. പക്ഷെ അർജുനൻ തിരിച്ചെടുക്കുകയും അശ്വത്ഥാമാവിനെ തിരിച്ചെടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു. അത് ഉത്തരയുടെ ഗർഭത്തിലേക്ക് അല്ലെ പാഞ്ചാലരുടെ അവസാനത്തെ വംശത്തെ പോലും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ കുഞ്ഞു ഗർഭസ്ഥ ശിശുവിലേക്ക് പോലും ആ പകയെ നീട്ടിക്കൊണ്ടുപോകുന്ന അശ്വത്ഥാമാവിനെ എന്ത് ചെയ്യാണ്, ശ്രീകൃഷ്ണൻ ശപിക്കുകയാണ് അല്ലെ. നീ എല്ലാ കാലവും എന്ത് ചെയ്യണം, പകയുടെ പ്രതീകമായി ചിരഞ്ജീവിയായിട്ട് നീ ജീവിക്കട്ടെ, ചലവും ചോരയും ഒക്കെ നാറി നീ ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് ജീവിക്കട്ടെ, മരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആര് ശപിക്കുകയാണ്, ശ്രീകൃഷ്ണൻ ശപിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ കൗരവരാരാണ്, പാണ്ഡവരാരാണെന്ന് അറിഞ്ഞിരിക്കണം. അവർ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. അപ്പൊ അധർമ്മത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പാണ്ഡവരെ യുദ്ധം വിജയിക്കുന്നത്. അപ്പോൾ കൗരവരുടെ പക്ഷത്തുള്ള ആളുകളാണ് ദുര്യോധനൻ, അശ്വത്ഥാമാവിന്റെ തന്നെ മറ്റൊരു പേരാണ് ദ്രൗണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ്. കഥാപാത്ര നിരൂപണങ്ങൾ വരും അല്ലെ, ദ്രൗണിയെ കുറിച്ച് ചോദിക്കാം, ദുര്യോധനെ കുറിച്ചും ചോദിച്ച് വരാറുണ്ട് അല്ലെ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ചില ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയില്ല. 1-2 ചോദ്യങ്ങൾ ടീച്ചർ പരിചയപ്പെടുത്താം. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ, അപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ, പാഠഭാഗം എന്താന്ന് ക്ലിയർ ആയില്ലേ. അപ്പൊ ഇനി കഥാപാത്രങ്ങളാണ് നമ്മളൊന്നും കൂടെ നോക്കാം. അശ്വത്ഥാമാവ് അല്ലെങ്കിൽ ദുര്യോധനെ ആദ്യം നോക്കാം. ക്ഷത്രിയ ധർമ്മങ്ങളൊക്കെ പാലിച്ച് അല്ലെ, അതായത് സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ആരെ കുറിച്ച് പറയുന്നുണ്ട്, ദുര്യോധനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും എന്ത് ചെയ്തിരുന്നു, ആ ഒരു താൻ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒക്കെ ഒരു സ്ഥിരത അദ്ദേഹം അല്ലെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ക്ഷത്രിയ ധർമ്മം അല്ലെ, അവസാനം വരെ മരണാസന്നനായിട്ട് കിടക്കുന്ന സമയത്ത് പോലും ദ്രൗണിയെ അല്ലെ സേനാധിപതിയാക്കുമ്പോൾ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടാണ് അല്ലെ, ഒരിറ്റ ജീവൻ മാത്രമുള്ള സമയത്തും തന്റെ ക്ഷത്രിയ ധർമ്മം മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ദുര്യോധന്റേത്. സൗഹൃദത്തെ സൂക്ഷിക്കുന്ന അല്ലെ, ഇപ്പൊ കർണനോടൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ സൗഹൃദത്തെ സൂക്ഷിക്കുന്നവനാണ്, മാതാപിതൃ സ്നേഹമുള്ളവനാണ് അല്ലെ. അപ്പൊ ആ മരിക്കാൻ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം ആദ്യം ആലോചിക്കുന്ന ആരെ കുറിച്ചാണ്, തന്റെ സഹോദരിയായിട്ടുള്ള ദുശ്ശളയെ കുറിച്ചാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ വലുപ്പമൊക്കെ നമുക്ക് ആ ഹൃദയോന്നതി അല്ലെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. വിധിയിൽ വിശ്വസിക്കുന്ന ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമാവ്. ദ്രൗണി എന്നറിയപ്പെടുന്ന ചിരഞ്ജീവികളിൽ ഒരാളാണ്. പകയുടെ പ്രതീകമായിട്ടുള്ള കഥാപാത്രമാണ്. ക്രൂരനാണ്, ഗുണ്ട അല്ലെ, ഒരു ഗുണ്ടപ്പനാണ് ആര്, നമ്മളുടെ അശ്വത്ഥാമാവ്. ഭയങ്കര പക ഉള്ളിലുള്ള ഒരാളാണ്. പിതാവിനെ കൊന്നതിലുള്ള പ്രതികാരമുണ്ട്. തന്റെ രാജാവ് ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ പ്രതികാരദാഹിയാവുന്നു. എതിരാളിയുടെ വംശത്തെ ഒന്നടങ്കം കൊന്നില്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആര്, അശ്വത്ഥാമാവ്. സൗഹൃദത്തെ കരുതി ആത്മസമർപ്പണം അല്ലെ, ആർക്ക് വേണ്ടിയാണ്, ദുര്യോധനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലെ. വ്യാസനോട് ആദരവുള്ള കഥാപാത്രമാണ്. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അല്ലെ, പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്ത്, ടെക്സ്റ്റിന്റെ ആദ്യത്തെ ഭാഗത്ത്
ദുര്യോധനൻ ഇങ്ങനെ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് അല്ലെ, തൊടയൊക്കെ ചതഞ്ഞ് അല്ലെ മുടി ചിന്നുമാർ ഇങ്ങനെ നിലത്ത് തലയിട്ടൊരച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കഴുകനും നായ്ക്കളൊക്കെ ഇങ്ങനെ കടിച്ചു കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ടെക്സ്റ്റിൽ ആദ്യം നമ്മൾ കണ്ടില്ലേ. അപ്പൊ മരണാസന്നരായിരിക്കുമ്പോഴും ദുര്യോധന്റെ ദേഷ്യം പക ഇവ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാമ്പിനെ പോലെ ചീറ്റി ആ വല്ലാത്തൊരു വെറുപ്പിനെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. വല്ലപാടും നേടിയ വിജയം എന്ന് ആരെക്കുറിച്ച് പറയുന്നുണ്ട്? പാണ്ഡവർ നേടിയ വിജയത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ടാന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ നേടിയ വിജയമായിരുന്നു ആരുടേത്? പാണ്ഡവരുടെ വിജയം. യുദ്ധത്തിന്റെ ഉടമ്പടികളൊക്കെ തെറ്റിച്ച് മഹാരഥന്മാരെയൊക്കെ അവർ വീഴ്ത്തി. ഇപ്പൊ ദ്രോണാചാര്യരെ കൊല്ലുന്ന എങ്ങനെയാണ്? ദ്രോണാചാര്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഗുരുനാഥനാണ് അല്ലെ. അപ്പൊ ഇവരുടെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള ദ്രോണാചാര്യരെ എങ്ങനെയാ കൊല്ലുന്നത്? ദ്രോണാചാര്യരോട് പറയാണ്, കള്ളം പറയാണ്. അതായത് നിങ്ങളെ മകൻ മരിച്ചുപോയി, ആരാണ്? അശ്വത്ഥാമാവ് മരിച്ചുപോയി എന്ന് പറയാണ്. അപ്പൊ യുധിഷ്ഠിരൻ അല്ലെ, പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ ഒരിക്കലും കള്ളം പറയില്ല. അപ്പൊ ദ്രോണാചാര്യർ ചോദിക്കും, ശരിയാണോ യുധിഷ്ഠിര? യുധിഷ്ഠിരനോട് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരനും എന്ത് പറഞ്ഞു? അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു അല്ലെ. ഈ ആന മരിച്ചു എന്നുള്ളത് അദ്ദേഹം പതുക്കെ പറയണം. അപ്പൊ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് മാത്രമാണ് ആര് കേട്ടത്? ദ്രോണാചാര്യർ കേൾക്കുന്നു. അദ്ദേഹം ആയുധം താഴെ വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ കൊന്നുകളയുന്നത്. ചതിയിലൂടെ വഞ്ചനയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കൊന്നുകളയുന്നത്. അപ്പൊ ഇങ്ങനെ കൗരവരുടെ പക്ഷത്തുള്ള ആളുകളെ, മഹാരഥന്മാരെയൊക്കെ 18 അക്ഷൗഹിണി പടയുണ്ടായിരുന്ന കൗരവരെക്കാൾ ഇരട്ടി എന്താണ് സൈന്യം ഉണ്ടായിരുന്നു. ആൾബലം ഒക്കെ ആർക്കുണ്ടായിരുന്നു? കൗരവർക്ക് ഉണ്ടായിരുന്നു അല്ലെ. എന്നിട്ടും അവരെ തോൽപ്പിച്ചത് എങ്ങനെയാണ്? ഈ പറയുന്ന അധർമ്മത്തിലൂടെയാണ്, അല്ലെങ്കിൽ യുദ്ധധർമ്മങ്ങളൊക്കെ തെറ്റിച്ചിട്ടാണ് എന്ത് ചെയ്തത്? വീഴ്ത്തിയിട്ടുള്ളത്. അപ്പൊ വല്ലപാടും നേടിയ വിജയം അല്ലെ, എങ്ങനെയൊക്കെയോ നേടിയ വിജയമാണ് അവര് അല്ലെ. അപ്പൊ ധർമ്മത്തിലൂന്നിയ യുദ്ധമായിരുന്നെങ്കിൽ പാണ്ഡവർക്ക് കൗരവരെ ഒരിക്കലും ജയിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ അധർമ്മത്തിലൂടെ നേടിയതാണ്. ഇനി അടുത്തത്, സമുദ്രം താണ്ടി വന്ന സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി എന്ന് പറയുന്ന പ്രയോഗം നൽകുന്ന സൂചനകൾ എന്തെല്ലാം എന്ന് പറയുന്ന ഒരു ചോദ്യം വരും അല്ലെ, വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ ഭീഷ്മരുണ്ട്, ദ്രോണര്, കർണൻ, ദുര്യോധനൻ, ഇങ്ങനെ കൗരവപക്ഷത്തെ തോൽപ്പിക്കാൻ എളുപ്പമായിരുന്നില്ല പാണ്ഡവർക്ക്. ഭീകരന്മാര്, മഹാരഥന്മാരിങ്ങനെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഇവരെ ഒന്നും തോൽപ്പിച്ച് ജയിക്കുക, പിന്നെ ടീച്ചർ പറഞ്ഞ പോലെ ഭയങ്കര ഭീകരമായിട്ടുള്ള സൈന്യമുണ്ട്. അപ്പൊ ഇവരൊന്നും ജയിപ്പിക്കാൻ പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ അല്ലെ. അപ്പോ ധർമ്മം വെടിഞ്ഞ് പാണ്ഡവർ നേടുന്ന യുദ്ധമാണ്, വിജയിക്കുന്ന യുദ്ധമാണ് അല്ലെ. അപ്പൊ അവർ അത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് അവർ യുദ്ധം വിജയിച്ചു അല്ലെ. അതാണ് കടല് താണ്ടി, ഭീകരമായിട്ടുള്ള തിരമാലയൊക്കെ സഹിച്ച് കടല് താണ്ടി വന്നിട്ട് എന്ത് ചെയ്യുന്നു? കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ജയിച്ചു വന്നവർക്ക് അത് അനുഭവിക്കാൻ യോഗമുണ്ടോ? ഇല്ല. അശ്വത്ഥാമാവ് എല്ലാവരെയും കൊന്നു കളഞ്ഞു എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ കൈത്തോട് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? അശ്വത്ഥാമാവിനെയാണ് എന്ന് സൂചിപ്പിക്കുക. ദ്രൗപദിയുടെ പ്രതിഷേധം നൽകുന്ന സൂചന എന്താണ്? എല്ലാരെയും കൊന്നു അല്ലെ, എല്ലാരെയും കൊന്നു കളഞ്ഞു. ഇനി എന്താ ഉള്ളത്? ആരാ ഉള്ളത് അല്ലെ? നിങ്ങളിനി ആസ്വദിക്കുക എന്ന് ആരോട് പറയാണ്? പാണ്ഡവരെ അടപടലം വിമർശിക്കുകയാണ് ദ്രൗപദി ചെയ്യുന്നത്. പാണ്ഡവരുടെ സകലരെയും കൊന്നു കളഞ്ഞില്ലേ, നിങ്ങളെ യുദ്ധം കൊണ്ട് നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ സമാധാനമായിട്ട് എന്ത് ചെയ്തോളൂ, രാജ്യം ഭരിച്ചോളൂ എന്നൊക്കെ പറയണം. എന്നിട്ട് ഒരു അമ്മയുടെ പ്രതിഷേധം പാഞ്ചാലിയിലൂടെ കാണുകയാണ് അല്ലെ. എന്നിട്ട് പറയാണ് അല്ലെ, എന്താണ്? മക്കൾ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന എന്താണ്? ഒരു കാലത്ത് ഉണങ്ങില്ല അല്ലെ. അപ്പൊ ആ സ്ത്രീയുടെ ആത്മരോധനമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ ദ്രൗപദിയിലൂടെ നമ്മൾ കാണുന്നത്. അശ്വത്ഥാമാവ് ശപിക്കപ്പെട്ടവനാണ്. ലേഖകൻ ഇപ്രകാരം പറയാനുള്ള കാരണം എന്താണ് അല്ലെ? അത്ര ബ്രഹ്മ ശിരോസ്ത്രം എന്ന് പറയുന്ന അസ്ത്രം, ബ്രഹ്മാസ്ത്രം അല്ലെ, അത് വരുത്തുന്ന ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭീകരമാണ്. എത്രയോ വർഷക്കാലത്തേക്ക് മഴയുണ്ടാവില്ല അല്ലെ, ജനങ്ങൾ മുഴുവൻ അത്രയും വരണ്ട് വറ്റി അങ്ങനെ ഒരു ശാപം കിട്ടിയ ഒരു ഇതായിട്ട് മാറും ആ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അത് പ്രയോഗിക്കാൻ എന്താണ്, തിരിച്ചെടുക്കാൻ അല്ലെ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് ആര്? നമ്മളുടെ അശ്വത്ഥാമാവ്. അതോടെ പകയുടെ പ്രതീകമാണ്. ഒരു ഘട്ടത്തിൽ അവസാനിക്കുമായിരുന്ന യുദ്ധത്തെ വീണ്ടും ആളി കത്തിച്ചത് ആരാണ്? അശ്വത്ഥാമാവാണ് അല്ലെ. ഗർഭസ്ഥ ശിശുവിനോട് പോലും അല്ലെ എന്താണ് പ്രതികാരമുള്ള ഒരു കഥാപാത്രമാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവി എന്നതിലൂടെ കൽപ്പിച്ചിരിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അപ്പൊ ചിരഞ്ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമില്ലേ? ചിരഞ്ജീവിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ നല്ല സുഖമല്ലേ അല്ലെ. പക്ഷെ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല ചിരഞ്ജീവിത്വം ആർക്ക് കൊടുക്കുന്നത്? അശ്വത്ഥാമാവിന് കൊടുക്കുന്നത്. മനുഷ്യന്റെ മനസ്സിലുള്ള പകയുടെയും പ്രതീകത്തിന്റെയും ആൾരൂപം പ്രതീകമായിട്ടാണ് അശ്വത്ഥാമാവിനെ കാണുന്നത് കേട്ടോ. അത് നെഗറ്റീവായിട്ടാണ്. അതായത് കാലങ്ങളോളം നീ എന്ത് ചെയ്യും? ഇങ്ങനെ മനുഷ്യർ ജീവിക്കുന്ന കാലത്തോളം പകയും ഇതുണ്ടാവും, പ്രതികാരം ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ കുടിയിരിക്കുന്ന ആരാണ്? നീയാണ് എന്ന് പറഞ്ഞിട്ടാണ് ശപിക്കുന്നത് അല്ലെ. അപ്പൊ മനുഷ്യവംശത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്ന പക എല്ലാ മനുഷ്യരിലും അടങ്ങിയിട്ടുണ്ട്. താൻ നശിച്ചാലും വേണ്ടില്ല, ശത്രുവിന്റെ വംശം നശിക്കണം എന്ന മനുഷ്യന്റെ ചിന്തയ്ക്ക് കാരണം എന്താണ്? ഈ പകയാണ് അല്ലെ. അപ്പൊ മനുഷ്യകുലം ഉള്ളിടത്തോളം മനുഷ്യരിലെ പകയും എന്ത് ചെയ്യും? നിലനിൽക്കും. അതുകൊണ്ടാണ് ഈ ചിരഞ്ജീവിത്വം ആർക്ക് കൽപ്പിച്ചു കൊടുത്തത്? നമ്മുടെ അശ്വത്ഥാമാവിന്. അപ്പൊ ഇത്രയാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അത് വായിക്കാം. അപ്പൊ ടെക്സ്റ്റ് വായിക്കണം. എവിടെ നിന്നാണ് ചോദ്യം വരിക എന്നറിയില്ല. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് കമ്പൽസറി, നിർബന്ധമായിട്ട് വായിക്കണം. അപ്പൊ ഇത്രയും ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക.
ഓക്കെ, അപ്പം നമുക്ക് കിട്ടും, നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. എസ് എ ചോദിക്കുന്ന പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ, യുദ്ധം വരുത്തുന്ന വെല്ലുവിളികൾ, അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാഠത്തിന് എസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠമാണ്. ഉഷാറല്ലേ, അടിപൊളിയല്ലേ? കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇനി ഏതെങ്കിലുമൊക്കെ പാഠം വേണമെങ്കിൽ അതും കൂടെ മക്കൾ കമൻറ്റ് ചെയ്യണം. അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. ബൈ ബൈ.